ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുട്ട് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാനാണ് വന്നത്. ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഇത് രണ്ടും കൂടി ചേർത്ത് ഞാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇടാം. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇതിൻ്റെ ഒരു പച്ച മണം പോകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമുക്കുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ബീൻസ് ഇടാം. ഞാൻ ഇപ്പം ക്യാരറ്റ് മാത്രമേ ഇടുന്നുള്ളൂ, എൻ്റെ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ഒണിയനും കൂടി ഇട്ടു. ബിക്കോസ് ഒണിയന് ആ കളർ ചേഞ്ച് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സെയിം ടൈമിൽ തന്നെ ക്യാരറ്റും അങ്ങ് വെന്തോളും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും ഒരു ഏകദേശം ഒന്ന് വെന്തു എന്ന് കാണുമ്പോഴത്തേക്ക് ഇത് കുറച്ച് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ച് ഇതിനകത്തോട്ട് കുറച്ച് മസാലകളിടാം. എൻ്റെ ഈ വീഡിയോയ്ക്കകത്തോട്ട് ഞാൻ മസാലകൾ ഇട്ടതൊന്നും കാണുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇട്ടെന്ന്. മീറ്റ് മസാല, ടെർമറിക്, പെപ്പർ ആൻഡ് ചില്ലി പൗഡർ, പിന്നെ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. എല്ലായിടത്തും ആ മസാലകൾ എത്തിയതിന് ശേഷം നമ്മൾ ഈ മസാലകളെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു 4 മുട്ട എടുത്ത് പൊട്ടിക്കണം. പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ ചിക്കിയെടുക്കണം. ഒട്ടും വെള്ളമായി ഇല്ലാതെ നല്ല രീതിയിൽ അത് ചിക്കി നമ്മളെടുത്ത് ഈ ചിക്കി നല്ല ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ മസാലകളും, അതായത് നമ്മുടെ ക്യാരറ്റ് മുട്ടയും കൂടെയുള്ള ആ ഒരു മിക്സിയിലും കൂടെ നല്ല രീതിയിൽ മിക്സാക്കി നമ്മളെടുക്കണം. അത് എല്ലായിടത്തും പറ്റണം കേട്ടോ. എല്ലായിടത്തും അത് ആയതിനു ശേഷം നല്ല ഡ്രൈ ആക്കണം. നല്ല ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ പുട്ട്, ഞാൻ രാവിലെ പുട്ട് മെജോറിറ്റി ആൾക്കാർക്കും പുട്ട് വെറുതെ കഴിക്കാനും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മുടെ പുട്ടെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഇതോടുകൂടി നമ്മുടെ പണി അങ്ങ് തീരുകയാണ്. എനിക്ക് 2 കുറ്റി പുട്ടുണ്ടായിരുന്നു, കുറ്റിയല്ല ചിരട്ടപ്പുട്ട്. അതങ്ങ് ചേർത്ത് ആ വെള്ള കളർ മസാല കളറാകുന്നത് വരെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് നോക്കുക ഉപ്പ് കറക്റ്റാണോ, ഇനി ഉപ്പിടണോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് പറയണം കേട്ടോ.